ഡോക്ടറെ കാണാൻ അനുവദിക്കാത്ത ഭർത്താവ്. 19-കാരിയെ സ്കാനിംഗ് മുറിയിലെത്തിച്ച സീനിയർ റേഡിയോഗ്രാഫർ തസ്ലീമ റഹ്മാൻ എഴുതിയ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറൽ. വിദ്യാഭ്യാസമുണ്ടെങ്കിൽ പോലും പെൺകുട്ടികൾക്ക് സ്വന്തമായി ഒരു തീരുമാനമെടുക്കാൻ കഴിയാതിരുന്ന കാലം ഏറെ അകലെയല്ല എന്ന് മാത്രമല്ല, ഇപ്പോഴും അതിന് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. സ്ത്രീ ശാക്തീകരണവും സ്വാതന്ത്ര്യവും ഫെമിനിസവുമെല്ലാം അതിന്റെ വഴിക്ക് നടക്കുമെങ്കിലും പലപ്പോഴും സ്ത്രീയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ തീരുമാനിക്കുന്നത് കല്യാണത്തിന് മുൻപ് വീട്ടുകാരും അത് കഴിഞ്ഞ് ഭർത്താവുമാണ്. ചെറിയ കാര്യങ്ങളിൽ പോലും തീരുമാനമെടുക്കാൻ കഴിയാതിരുന്ന നിസ്സഹായാവസ്ഥയിൽ നിന്ന് ഒരാൾക്ക് എന്തെങ്കിലും വിധത്തിൽ പ്രചോദനമാകാൻ കഴിയുന്ന ഒരാളെന്ന തരത്തിലെത്തിയ ഞാൻ തന്നെയാണ് ഇപ്പോൾ എന്റെ ബെസ്റ്റ് റോൾ മോഡൽ എന്ന് തസ്ലീമ റഹ്മാൻ എഴുതുമ്പോൾ അതിന് വേറിട്ട ഒരു അർത്ഥതലം ഉണ്ടാകുന്നു. അത് തന്നെയാണ് ഈ കുറിപ്പിന്റെ സൗന്ദര്യവും ആർജവവും. കുറിപ്പ് വായിക്കാം. 19 വയസ്സുള്ള ഒരു പെൺകുട്ടി ഭയങ്കരമായ വയറുവേദനയെ തുടർന്ന് സ്കാനിങ്ങിന് വന്നു. കൂടെ ഭർത്താവിന്റെ സഹോദരിയും ഉണ്ടായിരുന്നു. ഫീമെയിൽ ഡോക്ടർ അന്ന് അവധിയായതിനാൽ വളരെ വിഷമത്തിലാണ് ആ കുട്ടി സ്കാൻ മുറിയിലേക്ക് വന്നത്. റേഡിയോളജിസ്റ്റ് സാധാരണ രീതിയിലുള്ള വയറിന്റെ സ്കാൻ ചെയ്തതിനു ശേഷം ട്യൂബൽ പ്രഗ്നൻസി ആണോ എന്ന് സംശയമുള്ളതിനാൽ വജൈനൽ സ്കാനിംഗ് സജസ്റ്റ് ചെയ്തു. രോഗിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി സ്കാനിങ്ങിന് റെഡിയാക്കാൻ എന്നെ ഏൽപ്പിച്ച് ഡോക്ടർ മുറിയിലേക്ക് പോയി. ഞാൻ ആ കുട്ടിയോട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും അവൾ പറഞ്ഞു തുടങ്ങി, എനിക്ക് കുറെ ദിവസങ്ങളായിട്ട് വയറിന് വേദനയും അസ്വസ്ഥതകളും ഉണ്ട്. സ്ഥിരം പോകാറുള്ള ഹോസ്പിറ്റലുകളിലൊന്നും ഫീമെയിൽ ഡോക്ടറിന് അപ്പോയിന്റ്മെന്റ് കിട്ടാത്തതിനാൽ ഭർത്താവ് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഇന്ന് അയാൾ ഒരു യാത്രയിലാണ്, തിരിച്ചെത്താൻ 3 മണിക്കൂർ എടുക്കും. വേദന സഹിക്കാൻ കഴിയാതെ ഞാൻ പെട്ടെന്ന് വന്നതാണ്. വയറിന്റെ സ്കാനിങ് തന്നെ ആൺ ഡോക്ടറെ കൊണ്ട് ചെയ്യിക്കാൻ ഇഷ്ടമില്ലാത്തയാൾ വജൈനൽ സ്കാനിങ്ങിന് സമ്മതിക്കില്ല. അതുകൊണ്ട് ആൾ തിരിച്ചെത്തുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യാം. അനുവാദമില്ലാതെ ഇതൊന്നും ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്നും പറഞ്ഞ് കരച്ചിലൊതുക്കി. ഞാൻ അവളുടെ അടുത്തിരുന്ന് എന്നെ ഒരു സഹോദരിയായി കണ്ട് ഇനി പറയുന്ന കാര്യങ്ങൾ കേൾക്കണമെന്ന് പറഞ്ഞ് സംസാരിച്ചു തുടങ്ങി. അവൾക്ക് ട്യൂബൽ പ്രഗ്നൻസി എന്താണെന്നോ അതിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ചോ ഒന്നും അറിയില്ലായിരുന്നു എന്നെനിക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു. ആ സമയത്ത് അവളെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ വളരെ ലളിതമായി വിശദീകരിച്ചു. ബീജവും അണ്ടവും കൂടിച്ചേർന്നതിനു ശേഷം ഗർഭപാത്രത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ അണ്ടവാഹിനിക്കുഴലിൽ ഭ്രൂണൻ വളരാൻ തുടങ്ങിയതിനെയാണ് സാധാരണയായി ട്യൂബൽ പ്രഗ്നൻസി എന്ന് പറയാറുള്ളത്. ഒരു കുഞ്ഞിന് വളരാനുള്ള യാതൊരു സാഹചര്യവും ഇല്ലാത്തതിനാൽ ആ ട്യൂബ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ അത് നിന്നെയാണ് ബാധിക്കുക. അതിനാൽ ഈ സമയത്ത് നിന്റെ ശരീരത്തിന് മേൽ ഒരു തീരുമാനം എടുക്കേണ്ടത് നീയാണെന്നതും പറഞ്ഞപ്പോൾ അവളൊന്ന് ഉഷാറായി. വജൈനയിലേക്ക് സ്കാൻ ചെയ്യുന്ന ഉപകരണം ഇൻസേർട്ട് ചെയ്യുന്നത് ഡോക്ടറല്ല, ഞാനോ വേറെ ഏതെങ്കിലും നേഴ്സോ ആയിരിക്കുമെന്നും ഡോക്ടർ മോണിറ്ററിലേക്ക് മാത്രമേ നോക്കുകയുള്ളൂ എന്നത് കൂടി കേട്ടപ്പോൾ അവൾക്ക് ധൈര്യമായി. ഡോക്ടർ വരുന്നതിന് മുമ്പേയുള്ള ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഞാൻ അവളോട് പിന്നെയും ഒരുപാട് നേരം സംസാരിച്ചു. ഇതുപോലെയുള്ള ചെറിയ കാര്യങ്ങൾക്ക് ഭർത്താവിനെ ആശ്രയിക്കരുതെന്ന നഗ്ന സത്യവും ആ സംസാരത്തിനിടയിൽ ഞാൻ അവളോട് പറഞ്ഞു. ഡോക്ടർ വന്നു. ഞാൻ പ്രോബ് ഇൻസേർട്ട് ചെയ്തു. സ്കാൻ കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് പോസിറ്റീവ്. സർജറി വേണം. പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞ് ഡോക്ടർ പോയി. അവളെ വീൽ ചെയറിലിരുത്തി ഗൈനക്കോളജിസ്റ്റിന്റെ മുറിയിലേക്ക് ഞാൻ തന്നെയാണ് കൊണ്ടുപോയത്. ആ വഴിയിലുടനീളം അവളുടെ കൈ എന്റെ കയ്യിൽ ചേർത്ത് പിടിച്ചിരുന്നു. ഡോക്ടറുടെ മുറിയിലെ ബെഡിൽ കിടത്തി ഞാൻ തിരിഞ്ഞു പോകാൻ നേരം ഇത്താന്ന് വിളിച്ച് അവൾ എന്നെ കെട്ടിപ്പിടിച്ചു. കരഞ്ഞു കരങ്ങിയ ആ കണ്ണുകളിൽ വർഷങ്ങൾക്ക് മുമ്പേയുള്ള എന്നെയാണ് ഞാൻ കണ്ടത്. 19 വയസ്സെന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? സ്വന്തമായി ഞാൻ ഇന്ന് എന്തെങ്കിലും തീരുമാനമെടുത്തിരുന്നതായി ഓർമ്മയില്ല. സ്വന്തം വീട്ടിൽ പോകാൻ പോലും പലരുടെയും അനുവാദങ്ങൾക്ക് കാത്തുനിന്ന ഒരു കാലം. ചെറിയ കാര്യങ്ങൾ പോലും തീരുമാനമെടുക്കാൻ കഴിയാതിരുന്ന നിസ്സഹായാവസ്ഥയിൽ നിന്ന് ഒരാൾക്ക് എന്തെങ്കിലും വിധത്തിൽ പ്രചോദനമാകാൻ കഴിയുന്ന ഒരാളെന്ന തരത്തിലെത്തിയ ഞാൻ തന്നെയാണ് ഇപ്പോൾ എന്റെ ബെസ്റ്റ് റോൾ മോഡൽ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.